അപ്പൊ എവിടെയാ പോണെന്ന് നമ്മളെല്ലാരും ഇന്ന് എന്താണ് രണ്ടാം പെരുന്നാളാണ്. അപ്പൊ നമ്മളെല്ലാരും കൂടെ പോവാണ്. പൊന്നുമ്മച്ചിയും സാബിയും ബാക്കി എല്ലാരും മുന്നിൽ പോയിട്ടുണ്ട്. നമ്മളെല്ലാരും പോവാണ്. അപ്പൊ എല്ലാരും അമ്മൂന് എന്താ പറയല്ലേ, അമ്മു ഒരു എൽസ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവര് മൂന്നുപേരും ഇന്നലത്തെ കോസ്റ്റ്യൂം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പയും അതേപോലെ തന്നെ ബ്ലൂല് പോകുന്നുണ്ട്. ഞാനും വേറെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. നമുക്ക് അവിടെ എത്തിയിട്ട് എല്ലാരും നമുക്ക് അവിടുന്ന് കാണാം. ഓക്കെ, നമ്മളെ മുന്നില് അവര് പോകുന്നുണ്ട്. ഞങ്ങൾ പോകുന്നത് മേപ്പാടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് മുണ്ടയ്ക്ക് ചൂരൽമലയിലുള്ള അവർക്ക് വീടുകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് അവിടെ അങ്ങനെ അത് കാണാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ, കുറേ ദൂരം നിന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോകുന്ന ഈ ഒരു ഏരിയയിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഫുൾ തേയിലത്തോട്ടാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരാറുണ്ട്. പിന്നെ അധികം തിരക്കുള്ളൊന്നും ഏരിയ അല്ലേ കേട്ടോ അത്. മേപ്പാടിയൊക്കെ എത്തിയപ്പോഴേക്കിനും അത്യാവശ്യം തിരക്കായി കേട്ടോ. ചെറിയൊരു ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വെക്കേഷനും അതേപോലെ പെരുന്നാൾ തിരക്കൊക്കെ ആയി തുടങ്ങിയപ്പോൾ തന്നെ റോഡുകളിലൊക്കെ അത്യാവശ്യം തിരക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളെല്ലാവരും നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും കുറേ പാട്ടൊക്കെ പാടിയിട്ടായിരുന്നേ പോകുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കോപ്പിറൈറ്റ് കാരണം വെക്കാൻ പറ്റില്ല. പക്ഷെ അത്ര അടിപൊളിയായിട്ട് അവർ നല്ല എൻജോയ് ചെയ്ത് പോകുമായിരുന്നു കേട്ടോ. അന്ന് അവരുടെ കൂട്ടത്തിലാകെ കുറവുള്ളത് നീയക്കുട്ടി കേട്ടോ. നീയ പിന്നെ സാബീൻ്റെ കൂടെ വേറെ വണ്ടിയിലായി പോയിരുന്നു. ബാക്കി ഇവരെല്ലാവരും കൂടെ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഓരോരുത്തർ ഡാൻസും എക്സ്പ്രഷനൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഓടത്തോട് പൊന്നുമ്മച്ചിന്റെ വീട്ടിലേക്ക്. ഇവിടെ എന്തോ സാധനം ഉണ്ടായി, അതൊക്കെ പൊളിച്ചോ? ഇവിടെ എന്തോ സാധനം അവിടെ അബ്ബയൊക്കെ പണ്ട് വന്നിട്ട് മിഠായി വാങ്ങിക്കുന്ന കട എന്ന് പറയുന്ന സ്ഥലമല്ലായിരുന്നു അത്. അതൊക്കെ പൊളിച്ചിട്ടുണ്ട്. ദൂരെ കാണുന്നത് അതാണ് ചെമ്പ്രമല കേട്ടോ. അവിടെ ദൂരെ കാണുന്നത്. പിന്നെ ഇത് എസ്റ്റേറ്റ് പാടിയാണ് കേട്ടോ അല്ലേ? അതെ, പണ്ടവരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. താമസിച്ച സ്ഥലം കാണിച്ചു തരാം. ഉമ്മ താമസിച്ച ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടിയാണ്. ഏതാണ്? ഈ ലൈന്. ഇവിടെ പണ്ട് പൊന്നുമച്ചിയൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ താമസിച്ചത്. ആമി ആദ്യം കണ്ടത് ആ വീടായിരുന്നു. പിന്നെ അവിടെ ആയിരുന്നു അബ്ബയൊക്കെ പെരുന്നാളിന് വരണോണ്ടിരുന്നത്. ഇപ്പൊ പിന്നെ വീട് വെച്ചു. ഇവിടെ വീടൊക്കെ വെച്ച് അങ്ങനെ ഇങ്ങോട്ടേക്ക്. അപ്പം നമ്മളിതാ ഇവിടെ എത്തിട്ടോ. ബാക്കി എല്ലാരും വരും. ഇപ്പൊ സാബി വന്നിട്ടുണ്ട്. ഇനി നമ്മളെല്ലാരും ഇറങ്ങും. കുട്ടികളൊക്കെ മേലെ പോയി പായസത്തിനൂടെ പപ്പടം ഭയങ്കര രസമാണ്. അപ്പൊ ഇവിടെ കളിയാണ് കേട്ടോ. എല്ലാരും ഫുൾ കളിയാണ്. നീ വണ്ടി കിട്ടിയോ? നീ എന്തോട്ടെ? ഓ ഇവിടെ ഭയങ്കര നീ വണ്ടി ഓടിക്കണ്ട്. എന്താ വന്നിട്ട് പറയും.
ഈ പറ എന്താ പറയുള്ളേ മാറ്റിട്ട് വേറെ തരാം കേട്ടോ. അപ്പൊ നീ കുടിക്കണേ, മുഖം കണ്ടില്ല. രണ്ടാളും കൂടി പറയാ. ഓക്കെ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളുള്ളത് ഓടത്തോടാണ്. അപ്പൊ നമ്മൾ ഓണത്തോടൊക്കെ എത്തിയിട്ട് കൊറേ സമയമായി. ഞാനൊന്നും കഴിച്ചിട്ടോ. ഇവിടെ കൊറേ മാങ്ങയുണ്ട്. ഇവിടെ കൈ എത്തും ദൂരത്തുണ്ട് കേട്ടോ. അങ്ങനെ കൈ കൊണ്ട് പറിക്കാൻ പറ്റുന്നത്. പാപ്പു ഉണ്ടോ? മാങ്ങ ഉണ്ടോ? കഴിക്കാൻ പറ്റുന്നത് കണ്ണി മാങ്ങ അല്ലേ? ചിലതൊക്കെ വാടിയിട്ട് താഴെ പോയി. ഇപ്പൊ നല്ല രസമുള്ള മാങ്ങ താഴെ ഉള്ള. മന്തി സുലഭയുടെങ്കിൽ മന്തി ഉണ്ട്. അപ്പൊ റൂമിക്ക് മന്തി ഇഷ്ടം. എല്ലാരെയും കൊതിപ്പിക്കാൻ വീഡിയോയിലോ പറയണ്ടേ? കൈയ്യടി കഴിഞ്ഞിട്ട് വിളിക്കണം. ഐസ്ക്രീം ഒന്ന് വാങ്ങി തരട്ടെ. അപ്പൊ ഞാനൊരു കാർ ഗിഫ്റ്റ് കൊടുത്തില്ല. കുട്ടിന്റെ പോട്ട് ലൈസൻസ് നമ്മള് പോവല്ലേ? അപ്പൊ നമ്മളുടെ പെരുന്നാൾ പരിപാടി കഴിഞ്ഞു. നമ്മൾ പോവാണ് അല്ലേ? പെരുന്നാളിന്റെ രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞിരിക്കുന്നു. ഇനി അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ചെറിയ പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അപ്പം പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.